എൻട്രി സെറ്റപ്പിൻ്റെ 3 വീഡിയോസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, പാർട്ട് 1, 2, 3. അപ്പോൾ ഈ 3 പാർട്ടിലും കൂടി നമ്മൾ പറഞ്ഞിട്ടില്ല എൻട്രികൾ ഒന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ചില എൻട്രീസിലുള്ള വരുന്ന കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ അഗ്രസീവ് എൻട്രി ടൈപ്പ് ഉണ്ട്. ആ അഗ്രസീവ് എൻട്രിയിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ഒക്കെ വരുത്താനുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇതൊന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് സമ്മറൈസ് ചെയ്യുക. അതുപോലെ തന്നെ അഗ്രസീവ് എൻട്രി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടിലൊക്കെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ചെയ്യുന്നത് 50 മിനിറ്റ്സ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രിയും 50 മിനിറ്റ്സ് അഗ്രസീവ് എൻട്രിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് 50 മിനിറ്റ്സ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ, എന്നാൽ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇത് ഞാൻ കാണിച്ചു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചു തരാം. 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റത്തെ പുൾ ബാക്കിന് താഴെ ടാപ്പ് ചെയ്യുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് IDX ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഹൈ എടുക്കുമ്പോഴുള്ള എൻട്രിയാണ്. അത് ടാർഗറ്റ് നെക്സ്റ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള സിംഗ് ലോയോ പിന്നെ 50 മിനിറ്റ്സ് 5 മിനിറ്റ്സ് IDX അല്ലെങ്കിൽ ഒരു സിംഗ് ലോ മിനിമം ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 150 പോയിൻറ്റ് 200 പോയിൻറ്റ് റേഞ്ചിലുള്ള ടാർഗറ്റ് സ്പോട്ട് പ്രൈസിൽ, നിഫ്റ്റിയിൽ 50 എബോവ് പോയിൻറ്റ്സ് ഉള്ള ടാർഗറ്റ് സ്പോട്ട് പ്രൈസിൽ. അങ്ങനെ വരുന്ന ഏതാണോ സ്വിംഗ് ലോയോ അല്ലെങ്കിൽ 50 മിനിറ്റ്സോ 5 മിനിറ്റ്സ് IDX ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇറങ്ങാം. ഇത് അതുപോലെ തന്നെ ഇനി 50 മിനിറ്റ്സ് ഡൗൺ സൈഡ് IDX ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റത്തെ പുൾ ബാക്കിൻ്റെ താഴെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് പുൾ ബാക്കിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് IDX ഉണ്ടാക്കി, ചിലപ്പോൾ IDX എടുക്കാതെ പുതിയ വീണ്ടും IDX ഉണ്ടാക്കുകയാണെങ്കിൽ IDX ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ലോ എടുക്കുമ്പം ഡയറക്റ്റ് എൻട്രി എടുക്കുക. IDX ടാപ്പ് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോ ടച്ച് ചെയ്യുന്ന സമയത്ത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. ആ IDX ടാപ്പ് ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ വാല്യൂ നമുക്കറിയാം, അതിൻ്റെ ലോയിലേക്ക് ജസ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ അറ്റ് ദ മണിയിലുള്ള ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. അതാണ് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രിയിലുള്ള രീതി. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന വേറെ എൻട്രീസ് ഉണ്ട്. 15 മിനിറ്റ്സിൽ 5 മിനിറ്റ്സിൽ അഗ്രസീവ് എൻട്രി എന്ന് നമുക്ക് പറയാം. അതുപോലെ 5 മിനിറ്റ്സിൽ ഒരു അഗ്രസീവ് എൻട്രി ടൈപ്പ് പറയാം. ഇതിൽ പാർട്ട് നമ്മൾ 50 മിനിറ്റ്സ് അഗ്രസീവ് എൻട്രിയും 5 മിനിറ്റ്സ് അഗ്രസീവ് എൻട്രിയും ഒറ്റ പിക്ചറായിട്ടാണ് ഞാൻ കാണിച്ചത്. രണ്ടും ഒരേ സംഭവം തന്നെയാണ്. ഇതിൽ 50 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നതിന് മുമ്പ്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാക്കുന്നതിന് മുമ്പ് എടുക്കാൻ പറ്റിയ ഒരു അഗ്രസീവ് എൻട്രിയാണ്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഡൗൺ സൈഡിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ടെന്ന് കരുതുക. ഡൗൺ സൈഡ് ഒരു 15 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി ഉണ്ട് ഈ ഒരു ഏരിയ, ഈ ലൈനിൻ്റെ ഏരിയ. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ എങ്ങനെയാണ് എൻട്രി കൺസിഡർ ചെയ്യുക? അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മാർക്കറ്റ് അവിടെ ടച്ച് ചെയ്ത് ഒരു ബൗൺസ് ബാക്ക് ചെയ്തതിന് ശേഷം ഒരു ക്യാൻഡിൽ ഏതെങ്കിലും ഏറ്റവും ബൗൺസ് ബാക്ക് ചെയ്തതിന് ശേഷമുള്ള ഒരു ക്യാൻഡിലിൻ്റെ ലോ ടാപ്പ് ചെയ്ത് ഹൈ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലോവസ്റ്റ് ഏരിയ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ലോവസ്റ്റ് ഏരിയൻ്റെ വാല്യൂ നമുക്ക് ഈ ഹൈ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആ സമയത്ത് ലോവസ്റ്റ് ഏരിയയിലേക്ക് മാർക്കറ്റ് വീണ്ടും വന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക, അറ്റ് ദ മണിയിലുള്ള ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. എക്സിറ്റ് ചെയ്യുന്നത് ഇതേപോലെ നിയറസ്റ്റ് ആയിട്ടുള്ള അടുത്ത സിംഗ് ഹൈ മിനിമം 150 പോയിൻറ്റ് ബാങ്കിലും 50 പോയിൻറ്റിലധികം 150-ലധികം പോയിൻറ്റ് ബാങ്ക് നിഫ്റ്റി സ്പോട്ടിലും 50-ലധികം പോയിൻറ്റ് നിഫ്റ്റിയിലുള്ള സ്പോട്ടിലും ഉണ്ടെങ്കിൽ ഉള്ള ഏരിയയിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ താഴെ ഒരു 50 മിനിറ്റ്സ് IDXലാണെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ചും കൂടി വലിയ ടാർഗറ്റ് ചില സമയത്ത് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി അപ്സൈഡിലുള്ള ലിക്വിഡിറ്റിയാണ് ടാപ്പ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്താണ് ഞാൻ പറഞ്ഞു, ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യേണ്ടത് ഒന്ന് താഴേക്ക് വരാൻ വേണ്ടിയിട്ട് താഴെ വന്നിട്ട് ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹൈയസ്റ്റ് ഏരിയ എൻട്രി എടുക്കുക. പക്ഷേ ഇവിടെ സംഭവം എന്താ വെച്ചാൽ ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്ത് താഴേക്ക് വരും, വീണ്ടും മുകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഒരു IDX അവിടെ കിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യണം. വീണ്ടും ഒരു ഹൈയസ്റ്റ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്തിട്ട് താഴെ വന്നിട്ട് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്താണെങ്കിൽ ഹൈ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മാർക്കറ്റ് താഴെ വന്നു, വീണ്ടും ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് നേരത്തെ ഉണ്ടാക്കിയ ഹൈൻ്റെയും മുകളിൽ പോയി. അപ്പോൾ നമുക്ക് പുതിയ വീണ്ടും IDXന് വേണ്ടി നോക്കണം. IDX അങ്ങനെ കിട്ടണമെങ്കിൽ പിന്നെയും മുകളിൽ പോയിട്ട് താഴേക്ക് വരുമ്പം ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹൈ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ അടുത്ത്. ഇത് ഞാൻ ചാർട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചാർട്ടിൽ പോയി കാണിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. അഗ്രസീവ് എൻട്രിയുള്ള ലൈവ് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇത് പിന്നെ 5 മിനിറ്റ്സിൻ്റെ അഗ്രസീവ് എൻട്രിയാണ്. 5 മിനിറ്റ്സിലുള്ള ടൈപ്പ് 2 അഗ്രസീവ് എൻട്രി. ജസ്റ്റ് ഇത് വളരെ സിമ്പിളാണ്. ഇതിലൊരു വലിയ പിന്നെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയകൾ മാർക്ക് ചെയ്തൊക്കെ നമ്മൾ ജസ്റ്റ് 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ജസ്റ്റ് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് താഴെ വന്നിട്ട് വീണ്ടും ആ ഒരു ഹൈ ടച്ച് ചെയ്യുന്ന സമയത്ത് പുട്ട് ഓപ്ഷൻ. അതുപോലെ 5 മിനിറ്റ്സിൻ്റെ ഡൗൺ സൈഡാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് 5 മിനിറ്റ്സ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ 1 മിനിറ്റിൻ്റെ ക്യാൻഡിലേക്ക് മാറ്റാം.
1 മിനിറ്റിലേക്ക് മാറ്റിയതിന് ശേഷം 1 മിനിറ്റ് ക്യാൻഡിലിൻ്റെ IDX ടച്ച് ചെയ്ത് ഒന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു 1 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ലോ വീണ്ടും ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ അപ്സൈഡ് എൻട്രി എടുക്കുക. ചില സമയത്ത് 1 മിനിറ്റ് IDX ടാപ്പ് ചെയ്ത് നേരെ വന്നിട്ട് വീണ്ടും അതിൻ്റെ ഹൈ ടാപ്പ് ചെയ്യണം. ചില സമയത്ത് ഒരു IDX 1 മിനിറ്റ് ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടും ലോ ടാപ്പ് ചെയ്യാറുണ്ട്. രണ്ട് ടൈപ്പിലും നമുക്ക് എന്താണ് ജസ്റ്റ് ഈ ലോ എടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് അഗ്രസീവായിട്ട് അവിടെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യേണ്ടത്, ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. ടാർഗറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇത് നമുക്ക് ഇനി ഒരു ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. മാർക്കറ്റിൽ എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കി നോക്കാം. നിഫ്റ്റിയിലെ എക്സാമ്പിൾ നോക്കാം. നിഫ്റ്റിയിൽ 1 സെക്കൻഡ്. ഇത് നിഫ്റ്റിയുടെ 50 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ്. ഇതിൽ വരുന്ന IDX ഏരിയകളൊക്കെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് എൻട്രി വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 2 ദിവസം മുന്നേ മുതൽ ഒരു 6 ഓഗസ്റ്റ് ഇതിൽ മാർക്കിംഗ് കൊടുത്തിട്ട് 7 ഓഗസ്റ്റ് മുതൽ നമുക്കൊന്ന് ട്രേഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 7th ഓഗസ്റ്റിൽ കുറച്ച് 1-2 എക്സാമ്പിൾസ് ഉണ്ട്. 7th ഓഗസ്റ്റിന് ശേഷം അതിന് മുമ്പുണ്ട്, പക്ഷേ ജസ്റ്റ് ഇവിടെ മുതൽ നമുക്ക് നോക്കാം. ഇപ്പോൾ 7th ഓഗസ്റ്റ് നമ്മൾ ട്രേഡ് പ്ലാനാണ്. അപ്പോൾ ഈ ഒരു ലെവലില്ല മാർക്കറ്റ്. 7 ഓഗസ്റ്റ് രാവിലെ 9-7 ആയ സമയത്ത് നമുക്ക് മാർക്കിങ് ചെയ്ത് വെക്കുന്ന ഏരിയകൾ നമുക്കറിയാം. ജസ്റ്റ് മാർക്ക് ചെയ്യുക 7 ഓഗസ്റ്റാണ്. അപ്പോൾ നമ്മൾ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഏരിയയും ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയയും മാർക്ക് ചെയ്ത് നോക്കില്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് 6 ഓഗസ്റ്റിനുള്ള 10:30 ക്യാൻഡിൽ ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതൊരു ലിക്വിഡിറ്റി ഏരിയയാണ്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺ സൈഡ് പോകാം. കാരണം നമുക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എങ്ങനെ നമുക്ക് കിട്ടുക മാർക്കറ്റിൽ ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹയസ്റ്റ് ഏരിയനെയാണ് അപ്സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയാം. അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യും 50 മിനിറ്റ്സ് IDX. അപ്സൈഡ് ലിക്വിഡിറ്റി ഒരു 50 മിനിറ്റ്സ് അപ്സൈഡ് IDX. ഇത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡൗൺ സൈഡിലേക്കാണ് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്. എന്നാൽ ഒരു ഹയസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലോവസ്റ്റ് ഏരിയനെ നമുക്ക് എന്താ പറയുക 50 മിനിറ്റ്സ് ഡൗൺ സൈഡ് IDX എന്ന് പറയും, അഥവാ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയും. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലേക്കാണ് ട്രേഡ് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസിൽ 6-ാം തീയതി ഉണ്ടായ ഒരു പ്രൈസ് ആക്ഷൻ, ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് എക്സാക്ട്ലി 7-ാം തീയതി 9:15 ഓപ്പൺ ആയത് തന്നെ അതിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി നമ്മുടെ പ്ലാൻ എന്തായിരിക്കും ഡൗൺ സൈഡ് ട്രേഡിനായിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കൊരു 1 മിനിറ്റ് ക്യാൻഡിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. 1 മിനിറ്റ് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ 7 ഓഗസ്റ്റ് അല്ലേ, 7 ഓഗസ്റ്റിൽ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എൻട്രി പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടത് 50 മിനിറ്റ്സ് അപ്സൈഡ് ലിക്വിഡിറ്റിയാണ്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്കാണ് നമ്മുടെ ഫസ്റ്റ് ട്രേഡ് എന്ന് നമുക്കറിയാം. അതനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തു, ഫസ്റ്റ് ക്യാൻഡിൽ ഉണ്ടായി, അറ്റ്ലീസ്റ്റ് ഒന്നുകിൽ ഫസ്റ്റ് ക്യാൻഡിൻ്റെ മുകളിലേക്കോ താഴേക്കോ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ മാർക്കിങ്സ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് പോയി. പക്ഷേ നമുക്ക് അഗ്രസീവ് എൻട്രി എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അഗ്രസീവ് എൻട്രി എങ്ങനെയാണ് എടുക്കുന്നത്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അഗ്രസീവ് എൻട്രി എങ്ങനെയാണെന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ട് കുറേ ആളുകൾക്ക്. അത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. മാർക്കറ്റിൽ 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യം ഒരു IDX ഉണ്ടാക്കാൻ വേണ്ടി 1 മിനിറ്റിൽ IDXൽ ഡയറക്റ്റ് താഴേക്കുള്ള എൻട്രിയാണ്. IDX ടാപ്പ് ചെയ്യുമ്പോൾ നേരെ താഴേക്കുള്ള എൻട്രിയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ IDX എവിടെ കിട്ടി, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് വന്നില്ല. പിന്നെ IDX എപ്പോഴാണ് ഉണ്ടാക്കിയത്, IDX ഉണ്ടാക്കിയത് നമുക്ക് കിട്ടിയത് 9:23 ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു, 9:27 അതിൻ്റെ ലോയും ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് ഒരു IDX അവിടെ കിട്ടിയത്. അതുവരെ IDX ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ എൻട്രി പ്രകാരം നമുക്ക് 9:26 ആയ സമയത്ത് ഈ ഒരു ലൈൻ ഇവിടെ IDX മാർക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ 9:26 നമുക്കറിയാം നമ്മുടെ എൻട്രി വരാൻ പോകുന്നുണ്ട് എന്നുള്ള അറിയാം. അപ്പോൾ 9:26 ആവുന്ന സമയത്ത് നമ്മുടെ മാർക്കിംഗ് ഒക്കെ റെഡി ആക്കിയിട്ട് വെക്കുകയാണ്. മാർക്കിംഗ് റെഡി ആക്കിയിട്ട് മാർക്കറ്റ് ഈ ഒരു ഹൈ ഉണ്ടല്ലോ, ഈ ഒരു ഹൈ വാല്യൂ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണാൻ കഴിയും 24,276.85 മാർക്കറ്റ് ആ ഒരു ലെവല് നിഫ്റ്റിയിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് അവിടുന്ന് എൻട്രി എടുക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്കറിയാം 6 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ്, 50 പോയിൻറ്റ്സ് എബോവ്, അതായത് 1:5 റേഞ്ചിൽ ടാർഗറ്റ്. ഇതൊരു 75 പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ ചിലപ്പോൾ ഈ ഒരു ലോ എടുക്കുമ്പോൾ തന്നെ 1:5 കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇത്ര വരെയൊക്കെ പോയിട്ടുണ്ട് അല്ലേ, 100 വരെയൊക്കെ പോയിട്ടുണ്ട്. 50 പോയിന്റ് നമുക്ക് 1:5 കിട്ടി എക്സിറ്റ് ചെയ്യാം. നമുക്ക് പിന്നെ അധികം ഒന്നും ആലോചിക്കേണ്ട. ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിലിംഗ് മെത്തേഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്ഡേറ്റ് ആവേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഫസ്റ്റ് നമ്മൾ 1:5 കറക്റ്റിൽ ഇറങ്ങിയാൽ മതി. നിയറസ്റ്റ് സ്വിംഗ് ഹൈ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിയറസ്റ്റ് സ്വിംഗ് ഹൈ ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 1:5 ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് താഴെയാണ്, അത്ര ചിലപ്പം
അത് വലിയൊരു ടാർജറ്റാണ്. നമുക്കിപ്പോൾ തൽക്കാലം ഇനീഷ്യൽ സ്റ്റേജിൽ 1:5 ഇറങ്ങിയാൽ മതി. പിന്നീട് ഞാൻ പറയണ്ട എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് എൻട്രി ഇതാണ് പോയിൻ്റ്, എൻട്രി പോയിൻ്റ്. ഇതെങ്ങനെ നമ്മൾ 50 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്ത അഗ്രസീവ് എൻട്രിയാണ്. നമ്മളെ IDX ടാപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് IDX തന്നെ ഡയറക്റ്റ് അവിടുന്ന് എൻട്രി. IDX ടാപ്പ് ചെയ്ത് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യേണ്ട, അത് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രിയിലാണ് പഠിച്ചത്. അഗ്രസീവ് എൻട്രിയിൽ IDX ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഹൈ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന ഉടനെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു താഴേക്ക്, അത്രയേ ഉള്ളൂ ഒരു അഗ്രസീവ് എൻട്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി ആ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു അഗ്രസീവ് എൻട്രിയുടെ എക്സാമ്പിളാണ്. ഇനി വേറെ എക്സാമ്പിൾ ഉണ്ടോ നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ വേറെ എക്സാമ്പിൾസ് നോക്കണമെങ്കിൽ നമുക്ക് ഇതിപ്പോൾ 7th ഓഗസ്റ്റിൻ്റെ നോക്കി നമ്മൾ ഓപ്പൺ ചെയ്ത് തന്നെ IDXൻ്റെ മുകളിലാണ്. ഇനി മാർക്കറ്റ് ടൈമിൽ IDX ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് അഗ്രസീവ് എൻട്രി നോക്കാം. അപ്പോൾ 3 ടൈപ്പിൽ ഞാൻ കാണിച്ചു തരാം. കൺഫ്യൂഷൻ ഉണ്ട്, 1-2 ആളുകൾ പറഞ്ഞതുകൊണ്ടാണ് ഒന്നുകൂടി അങ്ങനെ ഒരു വീഡിയോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിച്ചു വെച്ചാൽ 6 ഓഗസ്റ്റിന് നമുക്കൊരു IDX മാർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു അല്ലേ. 6 ഓഗസ്റ്റിന് എപ്പോഴാണ് മാർക്ക് ചെയ്യാൻ പറ്റിയത്? 6 ഓഗസ്റ്റിൻ്റെ 10:30 ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തത് 1:15 ആ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് IDX. അത് വന്ന് ടാപ്പ് ചെയ്തത് നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നെ 7 ഓഗസ്റ്റ് അതിൻ്റെ മുകളിലായിട്ടാണ് ഓപ്പൺ ചെയ്തത് തന്നെ. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ ഡൗൺ സൈഡാണ്. അതുപോലെ നമ്മൾ ആ ഒരു ട്രേഡ് എടുത്തു, ടാർജറ്റ് അടിച്ചുകയും ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസം പ്രോപ്പറായിട്ടുള്ള എൻട്രി ഏരിയകൾ ഇനി അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക 7 ഓഗസ്റ്റിൻ്റെ ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തത് നമുക്ക് പറയാം 8 ഓഗസ്റ്റിനാണ്. അതായത് 8-ാം തീയതിയാണ് നമുക്ക് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് നമുക്ക് അപ്പം മുകളിൽ നമുക്കൊരു IDX മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ IDX മാർക്കിംഗ് എപ്പോഴാണ് വന്നത്? 7-ാം തീയതി ഈ 8-ാം തീയതി രാവിലെ തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് IDX കിട്ടിയില്ല. 8-ാം തീയതി രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു രാവിലെ 10 മണി ആയപ്പോഴാണ് നമുക്ക് ഈ ഒരു അപ്സൈഡ് IDX കിട്ടിയത്. കാരണം അന്ന് ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ 7 ഓഗസ്റ്റിൻ്റെ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ അതിൻ്റെ അന്നത്തെ ദിവസം ബ്രേക്ക് ആയിട്ടില്ല. അന്നത്തെ ദിവസത്തിൻ്റെ താഴെ ബ്രേക്കായാൽ മാത്രമേ ഇതൊരു അപ്സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ലോ ബ്രേക്ക് ആയത് 8 ഓഗസ്റ്റിന് 10 മണിക്കാണ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തു, ലോ 8-ാം തീയതി ബ്രേക്ക് ചെയ്തപ്പോൾ ഈ ഒരു ഹയസ്റ്റ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്തു. കറക്റ്റ് മാർക്കറ്റ് അവിടെ ടച്ച് ചെയ്ത് 8-ാം തീയതി ഉച്ചയ്ക്ക് അവിടെ ടച്ച് ചെയ്ത് താഴേക്ക് ഇറങ്ങി. പക്ഷേ അവിടെ എൻട്രി കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും നോക്കാം. നമുക്ക് ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും നമുക്ക് എങ്ങനെ എൻട്രി കിട്ടണം എന്ന് പറഞ്ഞ് കിട്ടിയ ടാർജറ്റ് അടിക്കണം എന്നൊരു ഗ്യാരണ്ടി ഇല്ല. അഗ്രസീവ് എൻട്രി എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ IDX ടാപ്പ് ചെയ്തത് ഈ ഒരു ക്യാൻഡിലാണ് 12:21. അതിന് ശേഷം ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. IDX ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ക്രിയേറ്റ് ചെയ്യണം? IDX ടാപ്പ് ചെയ്ത ക്യാൻഡിലിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വന്നതിന് ശേഷം ഏത് ക്യാൻഡിലിൻ്റെ ഹൈ ആണ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു ക്യാൻഡിലാണ് ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ആണ് ബ്രേക്ക്. ഇവിടെ സംഭവം എന്താ വെച്ചാൽ ഇവിടെ പ്രോപ്പറായിട്ട് നമുക്കൊരു എൻട്രി എങ്ങനെ കിട്ടുമായിരുന്നു വെച്ചാൽ ഈ ഒരു ക്യാൻഡിലുണ്ടല്ലോ 12:24 ക്യാൻഡിലാണ് ലോവസ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ഹൈ ആണ് ആദ്യം ബ്രേക്ക് ചെയ്തത് ലോ ബ്രേക്ക് ചെയ്തതെങ്കിൽ നമുക്ക് ഇതൊരു IDX ഏരിയയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. അന്നത്തെ ദിവസം ഞാൻ വാച്ച് ചെയ്തായിരുന്നു, ആ എൻട്രി ഞാൻ എടുത്തിട്ടുമില്ല. ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ എനിക്ക് തോന്നുന്നു ഈ റെഡ് ക്യാൻഡിലെ ലോ ആദ്യം ബ്രേക്ക് ചെയ്തിട്ടാണ് ഹൈ ബ്രേക്ക് ആയത്. അപ്പോൾ നമുക്ക് എൻട്രി ഇല്ല. ഇവിടെ എൻട്രി എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രീൻ ഉണ്ടല്ലോ 8 ഓഗസ്റ്റിൻ്റെ 12:25 ക്യാൻഡിലിൻ്റെ ഹൈ അടുത്ത ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഹയസ്റ്റ് ഏരിയയിൽ ഇവിടെ സംഭവം ഈ റെഡ് ക്യാൻഡിലിൻ്റെ ലോ ആദ്യം ബ്രേക്ക് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. നേരെ മറിച്ച് 8 ഓഗസ്റ്റിൻ്റെ ഈ ഒരു 12:24 ക്യാൻഡിലെ ഹൈ ആദ്യം ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹയസ്റ്റ് ഏരിയ നമുക്ക് എൻട്രി എടുക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എൻട്രി ഇല്ല. കാരണം ഈ ഒരു ഏറ്റവും ലോവസ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഇതാണ്. മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ഹൈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഇതാണ് അല്ല, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ ഇതാണ്. പക്ഷെ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുമില്ല. ലോവസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. ലോവസ്റ്റ് ക്യാൻഡിൽ ഗ്രീനാണ്. കാരണം ആദ്യം ഈ റെഡിൻ്റെ താഴെ വന്നിട്ടാണ് മുകളിലേക്ക് പോയത്. അതുകൊണ്ട് ലോവസ്റ്റ് ക്യാൻഡിൽ ഈ ഗ്രീനാണ്. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്കൊരു IDX കിട്ടിയിട്ടില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഹൈ ടാപ്പ് ചെയ്തപ്പോൾ കറക്റ്റ് എൻട്രി ആണല്ലോ, നന്നായിട്ട് മൂവ് ചെയ്തുള്ളൂ നമുക്ക് തോന്നും, ഭയങ്കര പോയിന്റ്. പക്ഷേ അവിടെ ഒരു എൻട്രി ഇല്ല. എൻട്രി കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്താൽ ആ ഒരു ഹൈ ഏരിയ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി ഇല്ല. പിന്നെ ഇതിൽ വേറെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ എൻട്രി ഒഴിവാക്കേണ്ട ചില സന്ദർഭങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിൽ ഇവിടെ നമുക്ക് എൻട്രി കിട്ടിയില്ല, വീണ്ടും ഇവിടെ തൊട്ടടുത്ത് നമുക്കൊരു എൻട്രി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് എങ്ങനെ നോക്കണം? ഇവിടെ അടുത്തൊരു ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ, കാരണം നേരത്തെ ഉണ്ടായതിനേക്കാളും താഴെയുള്ള ക്യാൻഡിലാണ്
12:37 ക്യാൻഡിൽ, 12:37 ക്യാൻഡിൽ, അത് അങ്ങനെയാണെങ്കിൽ അത് കൺസിഡർ ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നത് അതാണ് ഏറ്റവും ഈ 12:37 ക്യാൻഡിലിൻ്റെ ഹൈ 12:38 ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾക്ക് ഈ 12:38 ആയപ്പോൾ നമ്മൾക്ക് ഓക്കെ 12:38 ഹൈ ബ്രേക്ക് ചെയ്തു, 12:40 അതിൻ്റെ ലോയും ബ്രേക്ക് ചെയ്തപ്പോൾ കറക്റ്റ് നമുക്കൊരു IDX കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്താണ് പ്ലാന്? IDX ടച്ച് ചെയ്യുമ്പം ഡയറക്റ്റ് ഒരു പുട്ട് ഓപ്ഷൻ ബൈ. പക്ഷേ നമുക്ക് എന്താണ് കറക്റ്റ് മാർക്കറ്റ് ഈ ഒരു ഏരിയ വരെ വന്നിട്ട് വീണ്ടും താഴെ വന്നു, നമുക്കൊരു എൻട്രി തന്നില്ല മാർക്കറ്റ്. ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ആയിരുന്നു, നമുക്ക് എൻട്രി തന്നില്ല. അതിനുശേഷം മാർക്കറ്റ് അത്രയും താഴെ വന്നിട്ട് വലിയൊരു സ്വിംഗ് ലോൻ്റെ ഒക്കെ താഴേക്ക് മാർക്കറ്റ് എത്തി. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്താൽ ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻട്രി ഇല്ല. പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഈ ഒരു ടാർഗറ്റിന് തൊട്ടടുത്ത് നിന്നൊക്കെ നമുക്ക് അങ്ങനെ ഒരു IDX ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ എൻട്രി കൺസിഡർ ചെയ്യും വേണ്ട. ഓക്കെ, കാരണം അവിടെ നിന്ന് പിന്നെ ടാർഗറ്റിലേക്കുള്ള ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ഈ ഏരിയയിൽ നിന്ന് കിട്ടുകയും ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്വിംഗ് ലോയിലേക്ക് മിനിമം ഞാൻ പറഞ്ഞ ആ ഡിസ്റ്റൻസ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് പ്ലാൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, ആ ഒരു ട്രേഡ് എടുക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ഇങ്ങനെയും മിസ്സാവും, എൻട്രി ഇവിടുന്ന് കിട്ടിയില്ല, മിസ്സായി, താഴേക്ക് വന്ന് മിസ്സായി ഇവിടെയും ഒരു IDX ഉണ്ടാക്കി, ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തു, അതും എടുത്തിട്ടില്ല. മാർക്കറ്റ് ഓൾറെഡി ടാർഗറ്റ് ഏരിയ നമുക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. ഇവിടുന്ന് തന്നെ വലിയ ഡിസ്റ്റൻസ് ആണിത്, ഓൾമോസ്റ്റ് നിഫ്റ്റിയിലാണിത്. നിഫ്റ്റിയിൽ ഇത് 180 പോയിൻ്റൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു ട്രേഡ് താഴേക്ക്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി കിട്ടാതെ ഇത്രയും സ്വിംഗ് ലോ എടുത്തതിന് ശേഷം പിന്നീടാണ് നമുക്ക് എന്താണ് കിട്ടുന്നത്? എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ നിന്നാണ് ഒരു IDX കിട്ടുന്നത്. മാർക്കറ്റ് അവിടെ നിന്ന് കുറച്ച് താഴേക്ക് വന്നു, പക്ഷേ നമുക്ക് അത്രയും ഡിസ്റ്റൻസ് പോയ സ്ഥിതിക്ക് പിന്നെ ആ ഒരു എൻട്രി കൺസിഡർ ചെയ്യാതെ പിന്നെ പുതിയൊരു IDX ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ എൻട്രി ഒഴിവാക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. വേറെ എക്സാമ്പിൾ ഇതുപോലെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഇതുപോലെ 50 മിനിറ്റ്സിലേക്ക് തന്നെ മാറ്റിയിട്ട് നോക്കാം. 50 മിനിറ്റ്സിൽ എന്താ പറയുക, അടുത്തൊരു ലിക്വിഡിറ്റി ഏരിയ നമുക്ക് എവിടെ കിട്ടി? ഇപ്പോൾ 9th ഓഗസ്റ്റിന് ഇന്നിപ്പോൾ 10th ആണ്. 9th ഓഗസ്റ്റിൻ്റെ ലിക്വിഡിറ്റി നമ്മൾ രാവിലെ തന്നെ മാർക്കറ്റിൽ ഈ ഓപ്പൺ ആയത് തന്നെ എല്ലാ ലിക്വിഡിറ്റിയും മുകളിലാണ്. നമ്മൾ തലേ ദിവസം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 8th ഓഗസ്റ്റിൻ്റെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ലിക്വിഡിറ്റി ഏരിയ എവിടെയാണ് അപ്പ് സൈഡ് ഉള്ളത് നമുക്കറിയാം. കറക്റ്റായിട്ട് ആ ലിക്വിഡിറ്റി ഏരിയൻ്റെ മുകളിലാണ് ഓപ്പൺ ആയത്. നേരത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെയും ലിക്വിഡിറ്റി ഏരിയൻ്റെ മുകളിൽ ഓപ്പൺ ആയപ്പോഴുള്ള ഐഡിയ നമ്മൾ എൻട്രി പഠിച്ചു. അതുപോലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു ലിക്വിഡിറ്റി ഏരിയ നമുക്ക് എൻട്രി വന്നാൽ എങ്ങനെ, അത് നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല, പക്ഷേ ആ എൻട്രി അവിടുന്ന് നമ്മൾ പഠിച്ചു. ഇനി ഒന്നും കൂടെ നമ്മളൊരു എക്സാമ്പിൾ, ഒരു അഗ്രസീവ് എൻട്രിൻ്റെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നോക്കാം. ഇവിടെ ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്ത് ഈ ഒരു IST ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു 50 മിനിറ്റ്സിൽ. അവിടെ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് രാവിലെ തന്നെ ഓപ്പൺ ആയത്. അപ്പോൾ നമ്മൾ 1 മിനിറ്റിലേക്ക് മാറ്റി നോക്കാം. ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കാം? ഞാൻ പറഞ്ഞു നേരത്തെ അതേ എക്സാമ്പിൾ, നേരത്തെ കേസിൽ ഫസ്റ്റ് ക്യാൻഡിലെ താഴേക്ക് വന്നിട്ടാണ് IDX ഉണ്ടാക്കിയത് അല്ലേ. അതെങ്ങനെയായിരുന്നു ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചത്. ഇങ്ങനെ രണ്ടും മാർക്കറ്റിൽ സംഭവിക്കുക. ഫസ്റ്റ് ക്യാൻഡിലെ താഴേക്ക് മാർക്കറ്റ് വന്നു, ഒരു IDX ഉണ്ടാക്കി, IDX ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി. അതാണ് നമ്മൾ നേരത്തെ കണ്ട കേസ്. ഇവിടെ നോക്കും, ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൻ്റെ മുകളിലേക്ക് പോയിട്ട് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു എങ്ങനെയാണ് എൻട്രി കൺഫ്യൂഷൻ ഒഴിവാക്കി. ഇവിടെയാണ് കുറേ ആളുകൾക്ക് കൺഫ്യൂഷൻ വന്നത്. മാർക്കറ്റിൻ്റെ മുകളിലേക്ക് പോയിട്ട് ഈ ഒരു ഹയസ്റ്റ് ക്യാൻഡിലെ ലോ എടുത്തില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു IDX ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹയസ്റ്റ് ക്യാൻഡിലെ ലോ എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാനാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവം? ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഹൈൻ്റെ മുകളിൽ പോയി. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയതായിട്ട് ഇങ്ങനെ നോക്കണം എന്ത്, പിന്നെ ഒരു ഹയസ്റ്റ് ക്യാൻഡിലെ ലോ താഴേക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്യണവരെ നമ്മൾ അടുത്ത് വെയിറ്റ് ചെയ്യണം എൻട്രിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം, അടുത്ത എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നോക്കല. എങ്ങനെയാണ് ലോ എടുത്തു, ഇവിടെ 9:43 ലോവസ്റ്റ് ക്യാൻഡിൽ, അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ നമ്മൾ പ്രതീക്ഷ എന്താണ്, ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് എൻട്രി. അവിടെയും സംഭവിച്ചത് എന്താ വെച്ചാൽ വീണ്ടും മാർക്കറ്റ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഹൈൻ്റെ മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് എൻട്രി വീണ്ടും പോയി. കാരണം ഞാൻ പറഞ്ഞു നമ്മളെ ഈ ഏറ്റവും ടോപ്പിലുള്ള ഹൈൻ്റെ മുകളിലേക്ക് പോകാതെ നമുക്ക് IDX ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എൻട്രി ഉള്ളൂ. അങ്ങനെ വെച്ചാൽ മാർക്കറ്റ് ഹയസ്റ്റ് ക്യാൻഡിൽ താഴേക്കിന് വന്നു, ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ ഈ ഒരു 9:44 ക്യാൻഡിൽ ഈ 9:43 ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹയസ്റ്റ് ഏരിയ എൻട്രി. ഇവിടെ അതുമല്ല സംഭവിച്ചത്, ഇവിടെ വീണ്ടും മുകളിലേക്ക് പോയിട്ട് നേരത്തെ ഉണ്ടാക്കിയ ഹൈൻ്റെ മുകളിൽ പോയി. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് നോക്കണം, വീണ്ടും IDX ഉണ്ടാക്കുന്നുണ്ടോ നോക്കി നോക്കണം. ഇവിടെ
വീണ്ടും ടോപ്പിലെ ക്യാൻഡിൽ ഇതായി 9:43 താഴേക്ക് വന്ന് നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഏതെങ്കിലും ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യേണ്ടോന്നാണ്. ഒറ്റ ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തില്ല, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തില്ല, ഇതിൻ്റെ ഹൈ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഹൈ ബ്രേക്ക് ആയത് 9:54 ക്യാൻഡിലെ ഹൈ 9:55 ബ്രേക്ക് ചെയ്തു. അതിൻ്റെ 9:56 അതിൻ്റെ ഹൈയിലേക്ക് പോയി. പിന്നീട് 9:58 ആയപ്പോൾ അതിൻ്റെ ലോ ടാപ്പ് ചെയ്തു. കറക്റ്റ് ഈ ലോ ടാപ്പ് ചെയ്ത സമയത്ത് നമുക്കറിയാം ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ IDX നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് IDX എവിടെ കിട്ടിയത്? കറക്റ്റ് 9:58 ആയപ്പോൾ IDX കിട്ടി. 10 മണിയായപ്പോൾ IDX ടാപ്പ് ചെയ്തു, നേരെ താഴേക്ക് മാർക്കറ്റ് വന്നു. ഈ ഒരു ഏരിയ IDX ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ എൻട്രി അല്ലേ, അഗ്രസീവ് എൻട്രി. IDX ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ അഗ്രസീവ് എൻട്രി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 12 പോയിൻറ്റ് മീൻസ് സ്പോട്ടിൽ 12 പോയിൻ്റ് ആണെങ്കിൽ പ്രീമിയത്തിലൊരു 6 പോയിൻറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുക. ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നിയറസ്റ്റ് സ്വിംഗ് ഹൈയോ അല്ലെങ്കിൽ 1:5 അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം. നിയറസ്റ്റ് സ്വിംഗ് ഹൈ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേ ലോ ആണ്. അതെത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് 1:5 30 പോയിൻറ്റ്സ് ടാർഗറ്റ് വന്നാൽ ബുക്ക് ചെയ്യാം. ഓക്കെ, ഈ ട്രേഡിലും ടാർഗറ്റ് അടിച്ച ട്രേഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് 50 മിനിറ്റ്സ് അഗ്രസീവ് എൻട്രി ഉള്ള 2-3 എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇത്രയുള്ള സംഭവം നമ്മൾ 50 മിനിറ്റ്സ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, 50 മിനിറ്റ്സ് ടാപ്പ് ചെയ്ത് 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ആണെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്തു എന്ന് കരുതുക. താഴേക്ക് നോക്കുമ്പോൾ അഗ്രസീവ് എൻട്രിക്ക് എന്താണ്, ഹയസ്റ്റ് ക്യാൻഡിൽ വന്നു. പിന്നെ ഇവിടെ താഴെ നിന്ന് ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ആയി ടാപ്പ് ചെയ്താൽ എൻട്രി. ചില സമയത്ത് മാർക്കറ്റിൽ എങ്ങനെ സംഭവിക്കും, ഒരു 50 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്ത് മുകളിൽ പോവും, ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും പോവും. അപ്പോഴൊന്നും നമുക്ക് എൻട്രി ഇല്ല. നമുക്ക് എൻട്രി വരണമെങ്കിൽ ഈ ഒരു രീതിയിൽ പ്രൈസ് ആക്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് 5 മിനിറ്റ്സിൻ്റെ എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. അതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്നലെ അതേ ദിവസം തന്നെ 5 മിനിറ്റ്സിലും ഉണ്ടായിരുന്നു എൻട്രി. ഇപ്പോൾ നിഫ്റ്റിയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള 5 മിനിറ്റ്സ് ക്യാൻഡിൽ, പ്രീവിയസ് ഡേ ഒന്നും മാർക്ക് ചെയ്തതല്ല, മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റിൽ നമ്മൾ നോക്കിയാൽ അറിയാം. ഇങ്ങനെ 5 മിനിറ്റ്സ് IDX നമ്മൾ കണ്ടുപിടിക്കാം. മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ മുകളിലേക്ക് പോയി ഇങ്ങനെ പോയിട്ട് താഴേക്ക് വന്നതിന് ശേഷം ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ ഇവിടെയാണ് 9:55 കിട്ടിയത്. ആ 9:55 ക്യാൻഡിലിൻ്റെ ഹൈ ആദ്യം ടാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലോ ടാപ്പ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ജസ്റ്റ് സ്വീപ്പ് ചെയ്ത് ലോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്താൽ നമ്മൾ അപ്സൈഡിലുള്ള ലിക്വിഡിറ്റി 5 മിനിറ്റ്സിൽ മാർക്ക് ചെയ്യും. അതിന് ശേഷം വീണ്ടും ഇവിടെ 10:05 ക്യാൻഡിൽ ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം അതിൻ്റെ ലോയും ബ്രേക്ക് ചെയ്തു 10:20 ക്യാൻഡിൽ. അവിടെ നമ്മൾ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ട് 2 5 മിനിറ്റ്സ് IDX ഉണ്ട്. അതിന് ശേഷം 5 മിനിറ്റ്സ് IDX ഉണ്ടാക്കിയിട്ടുണ്ടോ നോക്കണം. എങ്ങനെയാണ് നോക്കാം, നമുക്ക് ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പുതിയ IDX ഒന്നുമില്ല, ഇപ്പോൾ തന്നെയുള്ള IDX. അപ്പോൾ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ എൻട്രി, നമ്മൾ പഠിച്ച അഗ്രസീവ് എൻട്രീൻ്റെ എക്സാമ്പിളാണിത്. ഇവിടെ 5 മിനിറ്റ്സ് അഗ്രസീവ് എൻട്രി എക്സാമ്പിളാണ്. 5 മിനിറ്റ്സ് അതിൽ എങ്ങനെ, ഇവിടെ നമ്മൾ 2 IDX ഒരുമിച്ച് വരികയാണെങ്കിൽ, ഇപ്പോൾ 5 മിനിറ്റ്സിൻ്റെ 2 IDX അല്ലെങ്കിൽ 50 മിനിറ്റ്സിൻ്റെ 2 IDX തൊട്ടടുത്ത് വരികയാണെങ്കിൽ, അതായത് മുകളിലുള്ള IDX ഇതിനു മുമ്പ് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിലുള്ള IDX ക്രിയേറ്റ് ചെയ്യാൻ കൺസിഡർ ചെയ്യണമെന്ന് നല്ലത്. അതുപോലെ താഴെ 2 IDX ഒരുമിച്ചുണ്ടാക്കി താഴെയുള്ള IDX ടാപ്പ് ചെയ്തിട്ടില്ല മാർക്കറ്റ്, അതിൻ്റെ മുകളിലുള്ള IDXും രണ്ടും ടാപ്പ് ചെയ്തില്ലെങ്കിൽ താഴെയുള്ളതെന്നാണ് നമ്മൾ മുകളിലേക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഈ ഒരു കേസിൽ ഇതേപോലെ തന്നെ 5 മിനിറ്റ്സ് അപ്സൈഡ് IDX ഇവിടെയാണ്, ഇത് ടാപ്പ് ചെയ്തു, രണ്ടും ടാപ്പ് മിറ്റിഗേറ്റ് ചെയ്യാത്ത IDX ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും മുകളിലുള്ളത് കൺസിഡർ ചെയ്യാം. തൊട്ടടുത്തുണ്ടെങ്കിൽ അങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ടോപ്പിലുള്ളത് 24,386. ഇത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 1 മിനിറ്റിൽ എൻട്രി എങ്ങനെ വരിക നോക്കാം. 24,386 ഇതാണ് നമ്മുടെ IDX. ഇത് ടാപ്പ് ചെയ്ത ക്യാൻഡിൽ ഏതാ, 2.7 ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിലാണ് ടാപ്പ് ചെയ്തത്. ആ ഒരു ക്യാൻഡിലെ ഹൈ പ്രൈസ് നമുക്ക് ഇവിടെ കാണാം 24,387.20. പക്ഷെ നമ്മളെ എൻട്രി എവിടെയാണ്, ഈ ഒരു ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലേ. ജസ്റ്റ് ടാപ്പ് ചെയ്ത ഉടനെ നമ്മളല്ല, ആ ടാപ്പ് ചെയ്ത ക്യാൻഡിലെ ഹൈ ടാപ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നോക്കുന്ന സമയത്ത് 2.7 ഹൈ IDX ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 2.8 ക്യാൻഡിൽ അതിൻ്റെ ഉള്ളിലാണ് വന്നത്, 2.9 അതിൻ്റെ ഉള്ളിലാണ് വന്നത്. 2.10 കറക്റ്റായിട്ട് ആ ഒരു ഹൈയിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് വന്നത് കൊണ്ട് തന്നെ നമ്മുടെ എൻട്രി അവിടെ റെഡി ആയി എന്നുള്ളതാണ്. എൻട്രി വന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. എൻട്രി ഇവിടെ വന്നത് എൻട്രി വന്നത് 2.10 2.10 നമ്മൾ എൻട്രി എടുത്തു. നമ്മുടെ അടുത്ത ഒരു സിംഗ് ലോ എന്ന് പറയുന്നത് 50 പോയിൻ്റ് റേഞ്ചിലൊക്കെ ഉള്ള സിംഗ് ലോ, ഓൾമോസ്റ്റ് ഇതാണ് സിംഗ് ലോ വരുന്നത്. പക്ഷേ മാർക്കറ്റ് ഇന്നലെ ഈ ഒരു എൻട്രി ഇന്നലെ ഇപ്പോൾ പറഞ്ഞ 2 എൻട്രി ഇന്നലെ അടുത്ത എൻട്രിയാണ്. ഈ ഒരു എൻട്രി നമുക്ക് എന്താണ്, ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വന്നിട്ടില്ല ഈ 2 എൻട്രിയിലും.
ടാർഗറ്റ് എത്തിയില്ല, പക്ഷേ ഓൾമോസ്റ്റ് നമുക്കൊരു 12 പോയിൻറ്റ് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ടാർഗറ്റും എസ്എല്ലും അടിക്കാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യാം, 3:05 3 മണിയുടെ 3:10 ഉള്ളിൽ ഈ ഒരു നമുക്ക് ബെറ്റർ ടൈമിൽ എക്സിറ്റ് ചെയ്യുന്നതാണ് നന്നാവുക. ഈ ഒരു സമയത്താണ് ഞാൻ എക്സിറ്റ് ചെയ്തത് 3:05 ഒരു 12 പോയിൻറ്റ് റേഞ്ചിൽ. നമ്മൾ ടാർഗറ്റിലേക്ക് എത്താത്തതുകൊണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല, സ്റ്റോപ്പ് ലോസും അടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു 5 മിനിറ്റ്സ് അഗ്രസീവ് എൻട്രി. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ എൻട്രി ടൈപ്പുകൾ നമ്മൾ 50 മിനിറ്റ്സ് അഗ്രസീവ് എൻട്രിയിലാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. അതും ക്ലിയർ ചെയ്തു. 5 മിനിറ്റ്സ് അഗ്രസീവ് എൻട്രി പിന്നെ ജസ്റ്റ് വലിയ ബുദ്ധിമുട്ടില്ല. IDX 5 മിനിറ്റ്സ് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ 1 മിനിറ്റിലേക്ക് മാർക്ക് ചെയ്ത് അതിൻ്റെ ഹൈ എടുക്കുമ്പോൾ നേരെ താഴേക്കുള്ള പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. അത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഈ സാധനം തന്നെ 50 മിനിറ്റ്സിലും നോക്കാം. ഞാൻ എങ്ങനെയാണ് ഒരു സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കി 5 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈ എടുക്കുമ്പോൾ എൻട്രി, അതേപോലെ നമുക്ക് 50 മിനിറ്റ്സ് ടാപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ എൻട്രി നോക്കാം. പക്ഷേ ഞാൻ അതിൽ ബാക്ക് ടെസ്റ്റ് ഒന്നും അത്ര ചെയ്തിട്ടില്ല, പക്ഷേ ഒരുപാട് റിസൾട്ട് അതിലും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി, ഒരു പുതിയൊരു എൻട്രി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ടോട്ടലി 4 എൻട്രി സെറ്റപ്പുകൾ പരിചയപ്പെടുത്തിയില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ആക്കി 5 ആക്കാം. അങ്ങനെ 5 മിനിറ്റ്സ് അഗ്രസീവ് എൻട്രി ടൈപ്പ് 2ന്, അതേപോലെ 50 മിനിറ്റ്സ് അഗ്രസീവ് എൻട്രി ടൈപ്പ് 2 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു 50 മിനിറ്റ്സ് ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഹൈ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോക്കാം. ഇങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം എങ്ങനെയാണ് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ തന്നെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യൽ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാൻ അത് ബാക്ക് ടെസ്റ്റ് അധികം ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എനിക്കിപ്പോൾ അറിയില്ല. പല സമയത്തും അത് വർക്ക് ചെയ്തായിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയില്ല. നിങ്ങൾക്കത് ആ ഒരു എൻട്രിയും കൂടി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്തിട്ട് നോക്കാം അതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ. 50 മിനിറ്റ്സ് ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഹൈ എടുത്തിട്ട് പോരുന്നുണ്ടോ, അല്ലെങ്കിൽ 50 മിനിറ്റ്സ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് അതിൻ്റെ ലോ എടുത്തിട്ട് മാർക്കറ്റ് പോരുന്നുണ്ടോ, അഗ്രസീവായിട്ടുള്ള വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന രീതി എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ്സ് IDX ട്രാൻസ്ഫർ ടാപ്പ് ചെയ്യുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, ഈ ഒരു IDX എടുത്ത ഉടനെ താഴേക്കുള്ള എൻട്രി ആയിരുന്നു. പിന്നെ പിന്നീട് കുറേ 1-2 മാസം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ 50 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, IDX ഉണ്ടാക്കി, IDX ടാപ്പ് ചെയ്ത് പിന്നെ അതിൻ്റെ ഹൈ എടുത്തിട്ട് ചില സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോരാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇപ്പോൾ പുതിയ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രിയിൽ 50 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്ത് അതിൻ്റെ ഹൈ എടുക്കുമ്പോൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ 3-4 മാസം മുൻപേ ചെയ്ത രീതി ഞാൻ പറഞ്ഞ ആദ്യം IDX ടാപ്പ് ചെയ്യുമ്പോഴുള്ള എൻട്രി ആയിരുന്നു. ഇപ്പം ഇതിലേക്ക് മാറ്റം വരാൻ കാരണം ഞാൻ ഈ ഒരു ചേഞ്ചസ് ഇതിൽ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്, കാരണം ഇങ്ങനെയുള്ള മാറ്റം മാർക്കറ്റിൽ കണ്ടതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയാണ് ഞാൻ അപ്ഡേഷൻ കൊണ്ടുവരാം. കാരണം പിന്നീട് ഒരു 1-2 മാസം ഇത് വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് വേറെ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, അപ്പോൾ നമുക്ക് പുതിയതായിട്ട് നമ്മുടെ സിസ്റ്റം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ മാറ്റിയത്, IDX ടാപ്പ് ചെയ്ത് വീണ്ടും അതിൻ്റെ ലിക്വിഡിറ്റി SLും കൂടി എടുത്തിട്ടൊക്കെ പലപ്പോഴും പോരുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് ചേഞ്ച് ആയത്. അതുപോലെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, 5 മിനിറ്റ്സ് IDX എടുക്കുമ്പോൾ 50 മിനിറ്റ്സും നിങ്ങൾക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ വേറൊരു മെത്തേഡ്, നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആവാനുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞാൽ, അപ്പോൾ ചില സമയത്ത് നമുക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ട്രെയിലിങ് മീൻസ് നമുക്കൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഇവിടെയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ നോക്കേണ്ടത് ഞാൻ എൻട്രി എടുത്തതിന് ശേഷം എത്ര പോയിൻ്റ് എനിക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ 10 ട്രേഡ് എടുക്കുമ്പോൾ 5 എണ്ണം ഞാൻ 30 പോയിൻ്റിൽ ഇറങ്ങി, പക്ഷേ ആ 5 ട്രേഡിൽ ചിലപ്പോൾ സ്പോട്ട് നിഫ്റ്റി ഒരു 80 പോയിൻറ്റ് 70 പോയിൻറ്റ് പോയിട്ടിന് ശേഷമാണ് മുകളിലേക്ക് കയറിയതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത പ്രാവശ്യം ഒരു 1:5 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 20 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. അത് ട്രെയിലിംഗ് മെത്തേഡ് ഫസ്റ്റത്തെ 20 ഡേയ്സ് ഒന്നും യൂസ് ചെയ്യണ്ട, കറക്റ്റ് ടാർഗറ്റിൽ ഇറങ്ങുക. പിന്നെ നമ്മൾ വാച്ച് ചെയ്യും, നമ്മൾ എഴുതി വെക്കുമല്ലോ, എക്സലിൽ നമ്മൾ കറക്റ്റായിട്ട് എഴുതി വെക്കും. ഇന്ന ട്രേഡിൽ 30 പോയിൻറ്റ്സ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഒരു 50 പോയിൻറ്റ് പോയി, നമ്മുടെ കോസ്റ്റ് പ്രൈസ് എത്താതെ തന്നെ 50 പോയിൻറ്റ് പോയി, അല്ലെങ്കിൽ 100 പോയിൻറ്റ് പോയി എന്നൊക്കെ എഴുതി വെക്കുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് അത് ട്രെയിലിംഗ് മെത്തേഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചാൽ അറിയാൻ മതി, 10 ട്രേഡിൽ നിങ്ങൾക്ക് ഒരു 5 എണ്ണം 30-ന് പകരം 100 പോയിൻറ്റ് വരെ നിഫ്റ്റി പോയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും കൺസിഡർ ചെയ്യാമല്ലോ പിന്നീട് എൻട്രി. മനസ്സിലായോ? അങ്ങനെ ആ ട്രെയിലിംഗ് മെത്തേഡിലും ഇതേപോലെ അപ്ഡേഷൻസ് പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ നമ്മൾ ലൈഫ് ലോങ് ഒരൊറ്റ സ്ട്രാറ്റജി തന്നെ പഠിച്ചിട്ട് ജീവിതകാലം മുഴുവൻ ഒരിക്കലും നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ കഴിയില്ല. നമ്മൾ മാർക്കറ്റിനോട് അനുസരിച്ച് തന്നെ നമ്മളും അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞാലേ നമുക്ക് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാവണം എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് കാര്യങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ 15 മിനിറ്റ് 5 മിനിറ്റ്സ് അഗ്രസീവ് എൻട്രി എത്ര എണ്ണം കിട്ടി, അതിൽ ടാർഗറ്റ് അടിച്ചോ, SL അടിച്ചോ, 50 മിനിറ്റ്സ് കിട്ടിയോ, അതിൽ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്, മൂവ് വെച്ച് 100 പോയിൻറ്റ് പോയിരുന്നോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സൽ ഇതുപോലെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ പിന്നെന്താ വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റും കൂടെ നമുക്ക് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ മെയിനായിട്ട് എത്ര ഇമ്പോർട്ടൻസ് ഈ ഒരു കാര്യത്തിനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ട്രേഡിലെ ഡിസിപ്ലിൻ, നമ്മളെ ഈ ഒരു ട്രേഡിംഗ് സ്റ്റൈലിൽ നിങ്ങൾക്കറിയാം, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താണ് കുറച്ച് ഈസി അല്ല കാര്യങ്ങൾ. ഈസി അല്ല മീൻസ് നമ്മൾ അത് ഹാർഡ് വർക്ക്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, പക്ഷെ വീണ്ടും ആ ഒരു കാര്യം കൂടി ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന കാര്യം എന്താ പറയുക, നിങ്ങളൊരു ട്രേഡർ ആവണമെന്ന് തീരുമാനിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രേഡ് ഡിസിപ്ലിനാണ്. അപ്പോൾ നമ്മൾ എത്ര നല്ല സ്ട്രാറ്റജി പഠിച്ചാലോ അല്ലെങ്കിൽ എത്ര നല്ല സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാലോ ഇമോഷണലി പ്രോബ്ലം ഉള്ള ആളുകൾക്ക് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇമോഷണലി പ്രോബ്ലം വരാം. ഒരു കേസിൽ ഒന്ന് നമ്മുടെ സ്ട്രാറ്റജി വളരെ മോശമാണെങ്കിൽ ഇമോഷണലി പ്രശ്നം വരും. നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് അത്യാവശ്യം റിസൾട്ടും കോൺഫിഡൻസും ഉണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി നമുക്ക് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാം. പിന്നെ വേറെ പ്രശ്നം വരുന്നത് ഓവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞ കാര്യമാണ്. ഒരു ദിവസം നമ്മൾ ഇഷ്ടംപോലെ ട്രേഡ് എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 4 ട്രേഡിംഗ് സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നല്ല ഞാൻ പറയണേ. ഞാൻ പറയണത് നിങ്ങളോട് ഫസ്റ്റത്തെ 20 ഡേയ്സ് നിങ്ങൾ ചെയ്യേണ്ടത് 50 മിനിറ്റ്സ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രിയും അതുപോലെ 50 മിനിറ്റ്സ് അഗ്രസീവ് എൻട്രി, ഈ 2 എൻട്രി മാത്രം നിങ്ങൾ വരികയാണെങ്കിൽ എടുത്താൽ മതി. അതും ഒരു ദിവസം 2 ട്രേഡ് മാക്സിമം ചെയ്യുക. ആ 20 ഡേയ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കറക്റ്റായിട്ട് ആദ്യത്തെ 20 ദിവസം പിന്നത്തെ 20 ദിവസം അടുത്ത 20 ദിവസം എങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ആദ്യത്തെ 20 ഡേയ്സ് നമ്മൾ ഈ 2 സ്ട്രാറ്റജിയാണ് ചെയ്യുക. നമ്മൾ എഴുതി വെക്കുന്ന കാര്യമാണ് ബാക്കി 2 സ്ട്രാറ്റജികളും, അല്ലെങ്കിൽ ബാക്കി 3 സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞാൽ 50 മിനിറ്റ്സും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് 3ഉം കൂടെ മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടാണ് അടുത്ത 20 ദിവസം നിങ്ങൾ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്ന് തീരുമാനിക്കേണ്ടത്. കാരണം ഇനിയിപ്പം എല്ലാം കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇപ്പോൾ ഈ 5 സ്ട്രാറ്റജി ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താ, ചിലപ്പോൾ ഒരു ദിവസം 10 എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ 8 എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ 20 ഡേയ്സ് ഇത് മാത്രം ചെയ്ത് അടുത്ത 20 ഡേയ്സ് ഏതെങ്കിലും 2 അല്ലെങ്കിൽ 1 ഉറച്ചു നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നത്. അങ്ങനെ ആകുമ്പോഴേ നമുക്കൊരു ദിവസം നമ്പർ ഓഫ് ട്രേഡ്സിന് എണ്ണത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഏറ്റവും റിസൾട്ടുള്ള 20 ദിവസത്തിൽ ഏറ്റവും റിസൾട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ 2 സിസ്റ്റമാണ് പിന്നീട് ആ 20 ദിവസം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നമ്പർ ഓഫ് ട്രേഡ്സ് കറക്റ്റായിട്ട് 2 ഒതുക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അവസരം വരാതെ ഒരു ട്രേഡ് പോലും നിങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളത്. ലോസ് വന്നെന്ന് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമുക്ക് പ്രോഫിറ്റ് ആക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്ത് ഓവറായിട്ട് വലിയ ലോസ് ഒരു ദിവസം വരുത്തി സ്റ്റോപ്പ് ലോസ് കറക്റ്റ് 6 പോയിൻറ്റ്സിന് പകരം വലിയ സ്റ്റോപ്പ് ലോസ് വെച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടാർഗറ്റ് എത്താതെ ബുക്ക് ചെയ്തൊക്കെ കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഒരിക്കലും പ്രോഫിറ്റബിൾ ആകാൻ പറ്റില്ല. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വലുതാക്കി കൊണ്ടായിട്ട് നിങ്ങൾക്ക് വലിയ ലോസ് വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആകെ 20 പോയിൻറ്റ്സ് എസ് ഒരു ട്രേഡിൽ 300 രൂപ ലോസ് വരാം. അപ്പോൾ നമുക്ക് ഈ 8 ട്രേഡ് ലോസ് കണ്ടിന്യൂസ് 8 ട്രേഡ് എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ ഈ 2400 രൂപ നമുക്ക് നഷ്ടം വരും അല്ലേ. എന്നാൽ അടുത്ത 2 ട്രേഡ് നമുക്ക് ടാർഗറ്റ് കിട്ടിയെന്ന് കരുതുക. അടുത്ത 2 ട്രേഡ് നമുക്ക് ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 3000 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്. എന്നാൽ പോലും നമ്മൾ 600 റുപ്പീസ് പ്രോഫിറ്റിലാണ്. എങ്ങനെയാണ് സംഭവം, 8 ട്രേഡിൽ കണ്ടിന്യൂസ് നമ്മൾ ലോസ് വരുത്തി വെറും 2 ട്രേഡ് നമുക്ക് ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ പോലും നമ്മൾ പ്രോഫിറ്റബിൾ ആണ്. നമുക്ക് റിസ്ക് റിവാർഡ് നല്ലോണം ഉണ്ടായതുകൊണ്ട് നമ്മുടെ വിന്നിങ് പ്രോബബിലിറ്റി കുറച്ച് കുറഞ്ഞ ഒരു സിസ്റ്റമാണ് നമ്മുടെ. കാരണം നമുക്ക് ഭയങ്കര റിസ്ക് റിവാർഡ് എടുക്കുന്നതുകൊണ്ട് ചിലപ്പം നമ്പർ ഓഫ് ട്രേഡ്സിൽ സ്റ്റോപ്പ് ലോസിൻ്റെ എണ്ണം ചില സമയത്ത് ഈക്വലായി വരാറുണ്ട്, ചില സമയത്ത് കൂടാറുണ്ട്. അപ്പം ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് 8 ലോസ് വന്നാലും 2 കവർ ചെയ്യാൻ പറ്റും, പ്രോഫിറ്റിലാവാൻ പറ്റും. അതെന്തുകൊണ്ടാണ്, നമ്മൾ പക്കാ ഡിസിപ്ലിൻഡ് ട്രേഡർ ആണെങ്കിൽ എല്ലാ ട്രേഡും ഒരു കറക്റ്റ് സ്റ്റോപ്പ് ലോസ്, നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് കറക്റ്റ് ട്രേഡ് എടുക്കുന്ന അല്ലെങ്കിൽ ഓവർ ട്രേഡ് ചെയ്യാതെ അങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് എന്താണ് സക്സസ് ആവാൻ പറ്റും ഇതിൽ. പക്ഷേ നിങ്ങൾ ഡിസിപ്ലിൻ ഒരു ദിവസം കൊണ്ട് കളഞ്ഞാൽ പോലും നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കാൻ കഴിയില്ല. ഒറ്റ ദിവസം മാത്രം നിങ്ങളത് നശിപ്പിച്ചാൽ പോലും നിങ്ങൾക്കത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരു ദിവസം പോലും നമ്മളെ ട്രേഡ് ഡിസിപ്ലിനിൽ നമ്മൾ ഒരിക്കലും മാറ്റം വരുത്തരുത്. എന്താണോ നമ്മുടെ ഡിസിപ്ലിൻ, നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത ഏരിയ എവിടെയാണെന്ന് നമുക്കറിയാം. അതുപോലെ ട്രേഡിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ്, എവിടെ എത്തുമ്പോഴാണ് ട്രേഡ് എടുക്കേണ്ടി അറിയാം. എസ് എൽ അടിച്ചാൽ പിന്നെ അത് നിർത്തുക. പിന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റി, അടുത്ത ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ മാത്രം ട്രേഡ് എടുക്കുക. നമ്പർ ഓഫ് ട്രേഡ്സ് 2 ഒതുക്കുക. ഇതൊക്കെ ഡിസിപ്ലിനാണ്. ഇതിലെല്ലാത്തിലും ഫോക്കസ് ചെയ്താൽ മാത്രമേ 100% അത് അനുവർത്തിച്ചാൽ മാത്രമേ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അത്രേ പറയാനുള്ളൂ. ലാസ്റ്റ് ഇതാണ് ഓവറോൾ നമുക്ക് ഈ 2 കാര്യങ്ങൾ തന്നെ ഉള്ളൂ.
ഒരു ഡിസിപ്ലിനും ട്രേഡ് ഡിസിപ്ലിനും എൻട്രി സെറ്റപ്പും ഇത് രണ്ടും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റും. എനിവേ താങ്ക് യു, ബൈ.